കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിൽ ഹനുമൻ ചാലിസ മഹാജപയജ്ഞവും ആഞ്ജനേയ ഹോമവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭക്തസഹസ്രങ്ങൾ. ക്ഷേത്രത്തിൽ മാസത്തിലെ ആദ്യ ബുധനാഴ്ച നടത്തിവരുന്ന ഹനുമൽ ചാലിസ മഹാജപയജ്ഞവും ആഞ്ജനേയ ഹോമവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി നടത്തപ്പെടുന്ന ആഞ്ജനേയ ഹോമത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ചടങ്ങുകളുടെ ഭദ്രദീപ പ്രകാശനം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ദീപ മുത്തുകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ ഡോക്ടർ ബി.കെ. അശോക് കുമാർ, അരുൺ സുബ്രഹ്മണ്യം, സൂര്യഗായത്രി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ലക്ഷ്മി ഗിരീഷിനെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ക്ഷേത്രം പ്രസിഡന്റ് എം.വി. രാജേന്ദ്രൻ, സെക്രട്ടറി പി.ഡി. ബാഹുലയൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മറ്റുള്ള പലതരത്തിലുള്ള വിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മോക്ഷം എന്നൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കിട്ടിയത്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നവർക്ക്, ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നവർക്ക് മോക്ഷം പ്രാർത്ഥിക്കുന്ന വേണ്ടിയിട്ട് പിന്നെ അവരുടെ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദേശിതാന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും നമ്മൾ ജയത്തെ പറ്റി ചിന്തിക്കുമ്പോഴും തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതം അത് വിജയത്തിന്റെ പാതയിലൂടെ കടന്നു പോകും. അത്തരത്തിൽ നമ്മുടെ ജീവിതം അത്തരത്തിൽ